ഇന്നലെ രാത്രിയിൽ ഉറങ്ങിയിട്ടേ ഇല്ല കേട്ടോ. ഒരു 2 മണിയൊക്കെ കഴിഞ്ഞു ഞങ്ങളൊന്ന് കിടന്നപ്പം തന്നെ. അത് കഴിഞ്ഞിട്ട് എപ്പോഴോ ഒന്ന് മയങ്ങി. അത് കഴിഞ്ഞ് 3:30 ആയപ്പോഴത്തേക്ക് ഞാൻ എഴുന്നേൽക്കുകയും ചെയ്തു. 4 മണിക്ക് അലാറം വെച്ചിട്ടാണ് കിടന്നത്. അലാറം അടിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം കൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ കിടന്നു. പിന്നെ ഒരു 3:55 ആയപ്പോഴേ എഴുന്നേറ്റ് പിന്നെ പോയി കുളിച്ചൊരുങ്ങി. അതിൻ്റെ കൂടെ സംഗീയും ശാലും കുഞ്ഞനും എല്ലാവരും കുളിച്ചൊരുങ്ങി. പിന്നെ അമ്മയും കൂടെ ആണല്ലോ പൊങ്കാലയിടാൻ വരുന്നത്. അങ്ങനെ അമ്മയും പെട്ടെന്ന് റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ പെട്ടെന്ന് സെറ്റ് സാരിയൊക്കെ കൊടുത്തു. പിന്നെ കുറച്ച് മുല്ലപ്പൂവൊക്കെ വെച്ചിട്ടോ. അധികം മേക്കപ്പൊന്നും കാര്യങ്ങളൊന്നും ഇട്ടിട്ടൊന്നുമില്ല. രാവിലെ പൊങ്കാല മാത്രമാണല്ലോ, അത് കഴിഞ്ഞ് നമുക്കൊന്ന് ഒരുങ്ങാനുള്ളതല്ലേ. അങ്ങനെ ഇത് ഐശ്വര്യമായിട്ട് എന്തായാലും പൊങ്കാലയൊക്കെ ഇട്ടു. നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ നടന്നു. 6 മണിക്കായിരുന്നു നമുക്ക് പൊങ്കാലയുടെ സമയം തന്നിരുന്നത്. അതായത് തീ കത്തിക്കലൊക്കെ ആ ഒരു സമയത്തായിരുന്നു. 7:30-ക്കുള്ളിൽ പൊങ്കാല വാങ്ങിയും വേണമായിരുന്നു. അങ്ങനെ നമ്മളിന്ന് ശർക്കര പൊങ്കാലയാണ് കേട്ടോ ഇട്ടത്. പിന്നെ ഞാൻ ഇട്ടിരുന്ന സാരിയുടെ ബ്ലൗസ് കുറേ പേര് ലിങ്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലിങ്ക് ഞാൻ ഈ സൈഡിൽ കൊടുക്കാൻ പറ്റുമെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തേക്കാം. ഇല്ലെങ്കിൽ ലിങ്ക് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ലിങ്ക് അയച്ചു തരാം കേട്ടോ. ഞാൻ ഓൺലൈനിൽ മേടിച്ചാണ്. ഭയങ്കര വിലക്കുറവാണ്. 250 275 അത്ര എങ്ങാണ്ടേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അടിപൊളി ബ്ലൗസാണ് കേട്ടോ. അത് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നി. തയ്ക്കുന്ന തൈക്കൂലി മാത്രം മതി നമുക്കൊരു ബ്ലൗസ് മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ.